ഓക്കെ, അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂ പാർട്ട്ണർ പേസ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ബട്ട് ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് അപ്പിയറിംഗ് അറ്റ് ദി ബാലൻസ് ഷീറ്റ് അറ്റ് ഫുൾ വാല്യൂ. അതായത് ഓൾറെഡി ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇത് ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ഉണ്ട് ആൻഡ് ഗുഡ്വിൽ ഹാസ് ടു ബി റൈറ്റ് ഓഫ്. നമ്മളുടെ AS പ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, ഗുഡ്വില്ലിനെ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഗുഡ്വിൽ അസറ്റ് സൈഡിലുള്ള ഒരു സാധനത്തിനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ലയബിലിറ്റി സൈഡിലുള്ള ഒരു സാധനത്തിനെയും ലയബിലിറ്റി ഒരു ഐറ്റത്തിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെയും സൈമൾട്ടേനിയസ്ലി റെഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഗുഡ്വില്ലിനെയും ബാലൻസ് ഷീറ്റിൽ നിന്ന് സീറോ ആക്കും. ലോജിക്കലി മുമ്പ് ഒരിക്കൽ ഗുഡ്വിൽ ഇവരെ ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിനെ മുമ്പ് ഇതേപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിനെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗുഡ്വില്ലിനെ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ എഴുതിയിട്ടുണ്ടാവുന്ന എൻട്രി എന്ന് പറയുന്നത് ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നായിരിക്കും മുമ്പ് എൻട്രി എഴുതിയിട്ടുണ്ടാവുക. ഇപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എഴുതേണ്ട എൻട്രി ഗുഡ്വില്ലിനെ റെഡ്യൂസ് ചെയ്യണം. ഗുഡ്വിൽ അസറ്റ് അല്ലേ, അപ്പൊ ഗുഡ്വില്ലിനെ ക്രെഡിറ്റ് ചെയ്യണം. ആൻഡ് ലയബിലിറ്റി സൈഡുള്ള ഒരു ഐറ്റത്തിനെയും റെഡ്യൂസ് ചെയ്യണം. എന്തിനെ റെഡ്യൂസ് ചെയ്യുക, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെയും റെഡ്യൂസ് ചെയ്യാം. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഗുഡ്വില്ലിനെ റെഡ്യൂസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിലുള്ള ഗുഡ്വില്ലിനെ അസറ്റ് സൈഡിലുള്ള ഗുഡ്വില്ലിനെയും അതേപോലെ റെഡ്യൂസ് ചെയ്യാം. ഇവിടെ എന്തുകൊണ്ടാണ് ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രം വന്നെന്ന് ആലോചിക്കുക. ഇതുവരെയുള്ള ഗുഡ്വിൽ, പുതിയൊരു പാർട്ട്ണർ വരുന്നത് വരെയുള്ള ഗുഡ്വിൽ എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആൻഡ് ഇത് ഈ വരുന്നതിന് മുമ്പും നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ള ഒരു ബാലൻസ് ഷീറ്റിലുള്ള ഒരു ഐറ്റം ആണ്. ആ ഗുഡ്വില്ലിന് അർഹതയുള്ളവര് ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രമാണ്. ബാലൻസ് ഷീറ്റിൽ ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലയബിലിറ്റി സൈഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെയും സൈമൾട്ടേനിയസ്ലി റെഡ്യൂസ് ചെയ്യും. ജേണൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ എന്ന് പറഞ്ഞ എൻട്രി എഴുതും. ഓക്കെ, ദെൻ പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നോർമൽ എൻട്രി തന്നെയാണ്. നമ്മൾ എന്താ എഴുതുക, കൊണ്ടുവരുന്ന ആള് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി ചെയ്തു. അത് ആസ് യൂഷ്വൽ സെയിം. ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അസറ്റ് കുറയ്ക്കുക, ലൈബിലിറ്റിയും കുറയ്ക്കുക. ഗാർഗി ആൻഡ് ഗാന were partners sharing in profit and losses in the ratio of 5:3. Okay, they agreed to admit Leelavati as new partner on payment of 9,000 as premium for goodwill. പുതിയ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. ന്യൂ പാർട്ട്ണറുടെ ഷെയർ എന്ന് പറയുന്നത് 1/6. ദി ഗുഡ്വിൽ അക്കൗണ്ട് അപ്പിയറിംഗ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് അമൗണ്ടിങ് ടു 54,000 പാസ് ദി നെസസറി ജേണൽ എൻട്രീസ്. ഞാൻ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഒരു ഗുഡ്വിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യണം. അതിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഗുഡ്വില്ലിനെ റെഡ്യൂസ് ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെയും റെഡ്യൂസ് ചെയ്യുക. അവിടെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിനെ മാത്രം റെഡ്യൂസ് ചെയ്താൽ മതി. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് 54,000നെ 5:3 എന്നുള്ള റേഷ്യോയില് ലയബിലിറ്റി സൈഡ് റെഡ്യൂസ് ചെയ്യണം. ജേണൽ എൻട്രി എന്ത് എഴുതും, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആരൊക്കെയാണ്, ജിയും കെയും, ഗാർഗി ആൻഡ് ഖാൻ. 54,000നെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3. അപ്പോ ഗാർഗിയുടെ ഷെയർ 54,000 ഡിവൈഡഡ് ബൈ 8 into 5. ഗാർഗിയുടെ ഷെയർ എന്ന് പറയുന്നത് 33,750. എങ്ങനെ കണക്കാക്കുക, 54,000 into 5/8. Then 54,000 into 3/8. 5/8 എന്ന് പറഞ്ഞാൽ 54,000 into 5/8 എന്ന് പറഞ്ഞാൽ 33,750. മറ്റേ ആളുടെ ഷെയർ ഗാനയുടെ ഷെയർ എന്ന് പറയുന്നത് 54,000 into 3/8, 20,250. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 54,000 ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം, സൈമൾട്ടേനിയസ്ലി ലയബിലിറ്റി സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. പക്ഷെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ റെഡ്യൂസ് ചെയ്താൽ മതി. ഇത് ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ 0 ആയി. ഇനി ന്യൂ പാർട്ട്ണർ 9,000 rupees ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരികയാണ്. ശരിയല്ലേ, ഷെയർ ഓഫ് ഗുഡ്വിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ നേരത്തെയുള്ള നോർമൽ എൻട്രി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്, ഓൾഡ് അല്ല സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നോക്കാം, ഇതിൽ ചെറിയൊരു എൻട്രിയിൽ ചേഞ്ച് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. ഇനി ക്യാഷ് കൊണ്ടുവരുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് പോകുന്ന സമയത്തോ എൻട്രീസിൽ ചേഞ്ച് വരാം. എങ്ങനെയൊക്കെ മാറിയാലും അറ്റ് ലാസ്റ്റ് എവിടെ വന്ന് നിൽക്കും, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, ഇതാദ്യം നമ്മൾ ക്യാപിറ്റൽ ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഓഫ്
റൈറ്റ് ഓഫിന് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ 33,750 20,250. 33,750 20,250. ഇത് നോക്കൂ, ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇതിന് രണ്ട് എൻട്രി എഴുതാം. ആദ്യം ഇതിന്റെ എൻട്രി പറയാം. ഈ ഒരു എൻട്രി വേറെ രീതിയിലും വരും. എങ്ങനെ എഴുതിയാലും ആൻസറും കിട്ടും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എൻട്രി എഴുതുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇങ്ങനെ ഒരു എൻട്രി എഴുതുക. എന്നിട്ട് പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ് വില്ലിനെ 9,000 എന്ന് പറഞ്ഞ എൻട്രി എഴുതി. എന്നിട്ട് നമ്മളുടെ ആസ് യൂഷ്വൽ നോർമലി നമ്മൾ എഴുതാറുള്ള എൻട്രി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് ഇവിടെ ഗെയിൻ ചെയ്യുന്നത് ന്യൂ പാർട്ട്ണർ ആണ്. അഡ്മിഷൻ സമയത്ത് ഗെയിൻ സംഭവിക്കുന്നത് ആർക്കാ? ന്യൂ പാർട്ട്ണർക്കാണ് സംഭവിക്കുക. നമ്മളുടെ ആസ് യൂഷ്വൽ നോർമൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത് വേറെ ബുക്കുകളിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിനും എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓരോ തവണയും ഈ ഗെയിനിങ് ചെയ്യുന്നതും സാക്രിഫൈസ് ചെയ്യുന്നതും ആൾക്കാർ മാറും. അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ന്യൂ പാർട്ട്ണർക്കാണ് ഗെയിനിങ്, റിട്ടയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്ണർക്കാണ് ഗെയിനിങ്. അതറിയണം. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ ന്യൂ പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ 9,000 എന്ന് എഴുതി, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ എത്രയാ? ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഓക്കെ, ഓൾഡ് റേഷ്യോ 5:3, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. സാക്രിഫൈസിങ് റേഷ്യോ ഇവർ തന്നെ കണക്കാക്കിയിട്ട് ജസ്റ്റ് കണക്കാക്കൂ. 5:3 ആൻഡ് 3:2:1. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 6:2 ആണ്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് 3:1. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കണക്കാക്കിയ 3:1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഈ പറയുന്ന നമ്മളുടെ കാൽക്കുലേഷനിൽ ഇതെങ്ങനെ വരും? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഒരു എൻട്രി ഇവിടെ കഴിഞ്ഞു. ഒന്നാമത്തെ എൻട്രി. രണ്ടാമത്തെ 9,000 ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയായിരുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് ഗാർഗി ആൻഡ് ഗാന. ഗാർഗി ആൻഡ് ഗാന. ഓക്കെ, ആൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1, സാക്രിഫൈസിങ് റേഷ്യോ 3:1 ആണെന്ന് കിട്ടും. ആൻഡ് ഗാർഗി ആൻഡ് ഗാന 3:1 എന്ന് പറയുന്ന സമയത്ത് 9,000 into 3/4 6,750 മൈനസ് 9,000 2,250. ഇത് നോക്കൂ, ഇങ്ങനെയാണ് എൻട്രി. നമുക്ക് നോർമലി ഇങ്ങനെ എൻട്രി എഴുതാം, നിങ്ങളുടെ ബുക്കിലുള്ളത് പോലെ എഴുതാം. എങ്ങനെ എഴുതിയാലും നെറ്റ് എഫക്ട് നമുക്ക് സെയിം ആയിട്ട് തന്നെ വരും. ഈ ഒരു എൻട്രി എഴുതിയെന്ന് വിചാരിക്കുക. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. 9,000 6,750 2,250. ഈ നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ആൻസർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ എൻട്രിയും ആ എൻട്രി എന്താ വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആണെങ്കിലും ഇത് ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും. നെറ്റ് എഫക്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ എന്നാണ് എൻട്രി വരിക. നിങ്ങളുടെ ബുക്കിൽ ആ എൻട്രി നേരിട്ട് എഴുതിയെന്ന് മാത്രം. നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട്. നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൽ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബുക്കിൽ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവർ ഓരോ രീതിയിൽ എൻട്രി എഴുതിയിട്ടുണ്ടാവും. അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു എൻട്രി നമ്മൾ എങ്ങനെ പോയാലും എഴുതും. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി കമ്പൽസറി ആയിട്ട് നമ്മൾ എഴുതും. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബുക്കിൽ എഴുതിയ പോലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇങ്ങനെ എഴുതാം. ആസ് പെർ യുവർ വിഷ്. ഇത് എങ്ങനെ എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും കോർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് ഇതിന് എന്താ എൻട്രി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സമയത്തും പുതിയ പുതിയ എൻട്രി വരുമ്പോൾ കൺഫ്യൂഷൻ ആവില്ല. ജസ്റ്റ് ക്യാഷിന്റെയും ബാങ്കിന്റെയും അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു എൻട്രി ആയിട്ട് എഴുതി നമുക്ക് വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. കോർ മനസ്സിലാക്കുക, ഏറ്റവും ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇവർ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്താലും, എല്ലാ ക്വസ്റ്റ്യനും വേണ്ടി നോക്കിക്കോളൂ, എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്താലും ഫണ്ടമെന്റലി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇല്ലസ്ട്രേഷൻ 4 കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇത് സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയുന്നുള്ള രീതിയിലാണ് വിട്ടത്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സമയം കളയുന്നില്ല,
ഒരുപാട് എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടി ഒരു ചാൻസ് തരാൻ വേണ്ടിയിട്ടാണ്. ബട്ട് നമ്മൾ എല്ലാ കോൺസെപ്റ്റും ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ കണക്കാക്കണം. എഗെയിൻ ഞാനത് കഴിഞ്ഞ് സമയം കളയുന്നില്ല, നിങ്ങളത് ചെയ്യുക ആൻഡ് അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടില്ല, നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഇത് ഫുള്ളും 200 മണിക്കൂർ വീഡിയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ല, ആൻഡ് കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരില്ല. ഈ പറയുന്ന പോലെ 5/8 മൈനസ് 3/6 എത്രയാണ്, ഇതൊക്കെ നാച്ചുറലി നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇല്ലസ്ട്രേഷൻ 4 കഴിഞ്ഞു.